ഇതുണ്ടാക്കുമ്പോ പോലും ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. എന്നെ ഞെട്ടിച്ചൊരു ടേസ്റ്റായിരുന്നു ഈ സംഭവം. ഇതുണ്ടല്ലോ ചുരക്കയാണ്. അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി അതിന്റെ അകത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ചെറുതായിട്ട് പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ആ ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ലേ. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും, ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കണം. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചുരക്കയെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നല്ല പുളിയില്ലാത്ത തൈര് നോക്കി എടുത്ത് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇതിന്റെ മണ്ടയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സവാള വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കണം. ഉപ്പ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതിന്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ പോകും. അപ്പൊ എങ്ങനെയാ ട്രൈ